നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ മോഹൻ ശങ്കർ. നമസ്കാരം. നമസ്കാരം. താങ്കളുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്കളുടെ പിതാവ് R. ശങ്കർ ഹിന്ദുത്വ പാരമ്പര്യം ഉള്ള ഒരു നേതാവാണ് എന്ന് സൂചിപ്പിക്കും വിധം സംസാരിച്ചു. താങ്കൾ ആ പ്രസംഗത്തിന് മുമ്പ് തന്നെ അത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ടാകാം അതിനെ എതിർത്ത് ഒരു നിലപാടെടുത്തു. എന്തുകൊണ്ടാണ് R. ശങ്കർ ഹിന്ദുത്വ വഴിക്കുള്ള ഒരു നേതാവാണ് എന്ന് പ്രധാനമന്ത്രി മോദി പരാമർശിക്കാൻ ഇടയായത് എന്നാണ് താങ്കൾ കരുതുന്നത്? പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇത് അദ്ദേഹം പറയുമെന്ന് തലേ ദിവസം ഉണ്ടായിരുന്ന BJPയുടെ പത്രമായ ജന്മഭൂമിയിൽ വന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇതായിരിക്കും പറയുന്നത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് തലേ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ ഇന്ന് പോകണ്ട എന്ന് നിശ്ചയിക്കുകയും പിറ്റേ ദിവസം രാവിലെ എന്നെ കണ്ട എല്ലാ ആരോടും ഞാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തത്. ആ പരമേശ്വരൻജി എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ 2013 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത ആയിരുന്നു അന്ന് വന്നിരുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് R. ശങ്കർ ഒരു RS പ്രവർത്തകനായിരുന്നു എന്ന്. അത് പരമേശ്വരൻജി പറഞ്ഞായിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏജ് ഗ്രൂപ്പുകളും സംഭവങ്ങളും സമയങ്ങളും ഒന്നും തമ്മിൽ ടാലി ചെയ്യുന്നതല്ല. ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ അനുസരിച്ചുള്ളതായിരിക്കണമല്ലോ. ഇത് 49 48 കാലഘട്ടത്തിലാണ് ഇത് നടന്നതെന്നുള്ള രീതിയിലോ അതിന് മുമ്പ് നടന്നതായിട്ടാണോ പരമേശ്വരൻജി പറയുന്നത്. കാരണം 48 49 എൻ്റെ അച്ഛൻ CNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളോ അതിന് ശേഷമുള്ള CNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളോ ഒരു കാരണവശാലും RSSുമായി ബന്ധപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മറ്റൊന്ന്, എനിക്കറിയാവുന്നിടത്തോളം അച്ഛനൊരു നല്ല ഗാന്ധിയനായിരുന്നു. ഒരു ഗാന്ധിയനായിട്ടിരുന്ന ആൾ ഗാന്ധിജിയുടെ മരണസമയം കഴിഞ്ഞുള്ള ആ കാലഘട്ടത്തിൽ RSസുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് ഒട്ടും ലോജിക്കലല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ എനിക്കത് നേരത്തെ ഈ ഒരു അജണ്ട, മോഡിക്കൊരു അജണ്ട ഉണ്ടെന്നും ആ അജണ്ട അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നതെന്നും, കാരണം അദ്ദേഹം മറ്റ് പല പരിപാടികളുണ്ടായിട്ടും അതിനകത്തൊക്കെ ഇത് സ്ലോട്ട് ആക്ച്വലി 45 മിനിറ്റ്സ് ഒരു സ്ലോട്ട് കണ്ടുപിടിച്ചാണ് വരുന്നത്. നോർമലി 10 to 15 മിനിറ്റ്സേ ഒരു VVIP പ്രസംഗം ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പ്രസംഗമായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഈ പരാമർശം അവിടെ വെച്ച് അങ്ങനെ നടത്താൻ ഇടയായത് എന്നാണ്? അതെ, രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് തന്നെയാണ്. R. ശങ്കർ എന്ന് പറയുന്ന ഇവിടുത്തെ സാമുദായിക നേതാവും രാഷ്ട്രീയ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഒക്കെയായ ഒരാളെ അവകാശപ്പെടുക, പിടിച്ചടക്കുക എന്ന ലക്ഷ്യമാണോ? അത് തന്നെയാണ് അവരുടെ ഒരു പിതൃത്വം ഉണ്ടാക്കിയെടുക്കുക. BJPക്ക് ഇവിടെ ഒരു വാസ്തവത്തിൽ RSSനോ BJPക്കോ കേരളത്തിലൊരു പ്രതിത്വം ഇല്ല. അവർക്കുള്ളത് മുഴുവൻ നോർത്ത് ഇന്ത്യയിലുള്ള കുറേ നേതാക്കന്മാരുടെ പേരുകളാണ് അവർക്ക് എപ്പോഴും പറയാനുള്ളത്. കേരളത്തിലുള്ള അങ്ങനെ ഒരു പ്രതിത്വം വളരെ വളരെ കുറച്ച് കയ്യിലെല്ലാം 1-2 പേരൊഴിച്ചാൽ ബാക്കി ആരും തന്നെ ഇല്ല. അവരൊന്നും പ്രസിദ്ധരുമല്ല. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പട്ടേലിനെ ഉണ്ടാക്കിയെടുത്തതുപോലെ വേറൊരാളിനെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. R. ശങ്കർ വിധേയനായിപ്പോയി. ആ ഒരു പ്രത്യേക സന്ദർഭം അതിനനുസരിച്ച് വീണ് കിട്ടും. RSS പ്രവർത്തകനായിരുന്നു ശങ്കർ എന്നൊരു അവകാശവാദമല്ല മോദി അവിടെ നടത്തിയത്. ലേഖനത്തിൽ എന്തു പറഞ്ഞാലും അവിടെ നടത്തിയത് R. ശങ്കറിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നൊരു പരീക്ഷണത്തിന് അദ്ദേഹവും മന്നത്താചാര്യനും ചേർന്ന് ഒരു നീക്കം നടത്തിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അക്കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് പരാമർശിച്ചത്. ഹിന്ദു മഹാമണ്ഡലത്തിലെ ആ പങ്കാളിത്തം, അതിന് കൊടുത്ത നേതൃത്വം ഏതെങ്കിലും വഴിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമായിട്ട് കാണാൻ കഴിയുമോ? എങ്ങനെയാണ് താങ്കൾ ഒരു കോൺഗ്രസ് നേതാവ് കൂടി എന്ന നിലയ്ക്ക് അതിനെ നോക്കിക്കാണുന്നത്? ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാകുന്നത് ഹിന്ദുക്കളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതൊരു രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവും അതിനുണ്ടായിരുന്നില്ല. ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ വേദിയിലേക്ക് ശ്യാമപ്രസാദ് മുഖർജി ക്ഷണിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ശ്യാമപ്രസാദ് മുഖർജി പിൽക്കാലത്ത് ജനസംഘം തന്നെ ഉണ്ടാക്കി. അദ്ദേഹം ജനസംഘം ഉണ്ടാക്കി അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി
മത്സരിക്കുകയും ചില സീറ്റുകളൊക്കെ പിടിച്ചെടുക്കുകയും അദ്ദേഹം തന്നെ ജയിക്കുകയും ചെയ്ത ആ ഒരു സമയത്തൊക്കെ ശങ്കർ ഇവിടെ കോൺഗ്രസ് നേതാവായിട്ട് തുടരുകയായിരുന്നു. രണ്ട് കൈവഴിയിലൂടെ സഞ്ചരിച്ച നേതാക്കളാണ് ഇവർ എന്ന് വേണ്ടേ കാണാൻ? തീർച്ചയായിട്ടും. കാരണം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ ഇവിടെ ക്ഷണിച്ചു എന്ന് പറയുന്നത് അതിന് തെളിവായിട്ടൊന്നുമില്ല, ക്ഷണിച്ചു എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്നിട്ട് അവർ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല, അതെ, വരാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് സംശയാസ്പദമാണ്. അത് സംശയാസ്പദമാണ്. തെളിവില്ലാതെ അത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്നൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട്. പ്രൂഫില്ലാത്ത സംഗതികൾ, ഒന്നാമത് ജീവിച്ചിരിക്കാത്ത ആൾക്കാരെ പറ്റി പറയുമ്പോൾ പ്രൂഫില്ലാത്ത സംഗതികൾ പറയുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ഇത് ഈ കേട്ടോണ്ട് തന്നെ ഞാൻ നെറ്റിൽ ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഞാൻ പോയി നോക്കി. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ബന്ധമോ കേരളമായുള്ള ഒരു ബന്ധവും അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ബന്ധമാണ്. അന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം ഈ കേരളവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ജന്മഭൂമിയുടെ മുൻ പത്രാധിപരായിരുന്ന KVS ഹരിദാസ് ഒരു പ്രമുഖ പത്രത്തിൽ, ദിനപത്രത്തിൽ പേര് വെച്ചെഴുതിയ ഒരു ലേഖനം ആർ ശങ്കറെ പറ്റി തന്നെ എന്ന മട്ടിൽ ഉള്ള ഒരു തലക്കെട്ടോടു കൂടി വന്നത് ഓർമ്മയുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് തന്നെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ശ്യാമപ്രസാദ് മുഖർജിയുടെ വഴി തന്നെ സ്വീകരിച്ചിരുന്നു എങ്കിൽ അവരുടെ പ്രസ്ഥാനം, ഉദ്ദേശിക്കുന്നത് ഹിന്ദു മഹാമണ്ഡലമാണ്, അവരുടെ പ്രസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ജനകീയ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി വളരുമായിരുന്നു എന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുടെ വഴിയേ അല്ല ഇവർ രണ്ടുപേരും, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും പോയത് എന്നാണ്. അതൊരു രാഷ്ട്രീയ പിഴവായിരുന്നു എന്നാണ് RSSൻ്റെ ഒരു താത്വിക ആചാര്യൻ കൂടിയായ, കേരളത്തിലെ ഒരു താത്വിക നേതാവ് കൂടിയായ ഇദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. അതുകൂടി വെച്ച് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനെ സാധൂകരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ശ്യാമപ്രസാദ്ജിയുടെ കൂടെയാണ് ഇവർ പോയിരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ജനസംഘം ഉണ്ടാക്കുമ്പോഴൊക്കെ ജനസംഘത്തിന് അങ്ങ് പറഞ്ഞാൽ കുറച്ച് സീറ്റുകൾ ജയിക്കാനൊക്കെ സാധിച്ചു. ആ സാധിച്ച സന്ദർഭത്തിൽ രാഷ്ട്രീയമായി അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതുമായി അവർ ചേർന്ന് പോകുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അതില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. SN ട്രസ്റ്റുകളാണ് ഇപ്പോൾ അത്തരത്തിൽ താങ്കളുടെ പിതാവൊക്കെ ചേർന്നുണ്ടാക്കിയ ആദ്യകാലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയൊക്കെ നോക്കി നടത്തുന്നത്. അന്നത്തെ അതിൻ്റെ സ്കൂളുകൾ കൊണ്ടു നടന്നിരുന്ന, കോളേജുകൾ കൊണ്ടു നടന്നിരുന്ന ശൈലിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഇക്കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ മാറ്റത്തെക്കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിനാണ് ഒന്ന് വ്യത്യാസമുണ്ട്. ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ട്. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ കരിക്കുലത്തിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിനും വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്? മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു ഇന്ന് ഈ SN ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി നോക്കിയെങ്കിൽ മാത്രമേ ആ മാനേജ്മെൻറ്റ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. എൻ്റെ അച്ഛൻ SN കോളേജ് ഉണ്ടാക്കാൻ സമയത്ത് ആളുകളുടെ മുമ്പിൽ പോയി പിടിയരി വാങ്ങി, 8 തേങ്ങ വാങ്ങി, വീട് തോറും കയറി ഇറങ്ങി ഉണ്ടാക്കിയ പൈസയാണ്. അത് വെറും സാധാരണക്കാരൻ്റെ പൈസയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത് പണക്കാരായ ആൾക്കാർ ധാരാളം അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പണ്ട് പണക്കാരല്ലായിരുന്നു എനിക്ക് തോന്നിട്ടുള്ളത്, സാധാരണക്കാരായിരുന്നു. ഞാൻ SNDP SN ട്രസ്റ്റ് നയിക്കാൻ വരുന്നത് പണക്കാരാണ്. ഇപ്പോൾ അതൊരു വ്യതിയാനമാണ്. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, ആളുകളുടെ പണമുണ്ട്. 2, അവരിതിലേക്ക് വന്നാൽ അത് അവർക്കെന്തോ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഗതി അവർ കാണുന്നു എന്നുള്ളത്. കച്ചവട ലക്ഷ്യങ്ങളുണ്ടോ? ഇപ്പോൾ ഇൻഡിവിജ്വലിന് എന്തൊക്കെ കച്ചവട ലക്ഷ്യം വരുന്നവർക്കൊന്നുമില്ല. SN സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പ്രവേശനത്തിന്, നിയമനത്തിന് ഒക്കെ കൈക്കൂലി വാങ്ങുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത് ട്രസ്റ്റിൻ്റെ പണത്തിൽ പെടുത്തുന്നില്ല, അത് നേതൃത്വത്തിലുള്ള ചിലർ സ്വന്തമായി കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴത്തെ SN ട്രസ്റ്റ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതിനെപ്പറ്റി കമൻസ് ഒന്നുമില്ല. അതിനെക്കുറിച്ച് താങ്കളൊന്നും പറയത്തില്ല. ഇതിനിടയിൽ, ഈ വിവാദത്തിനിടയിൽ വന്ന ഒരു കാര്യം, കോൺഗ്രസ് ആർ ശങ്കറിനെ തന്നെ വിവാദത്തിലേക്ക് പെടുത്തുന്ന വിധം ഇപ്പോഴത്തെ SNDP യോഗ നേതൃത്വം മുന്നോട്ട് പോയി ഈ പ്രതിമ വിവാദത്തിലൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സിന് ആർ ശങ്കറിൻ്റെ പേരിൽ മുതലക്കണ്ണീര് ഒഴുക്കാൻ ഒരു കാര്യവുമില്ല, കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിക്കുകയും ദ്രോഹിക്കുകയുമാണ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസ്സുകാരനായ ആർ ശങ്കറിൻ്റെ മകന് എന്തു പറയാനുണ്ട് അതിന് മറുപടിയായി?
അതിന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, കോൺഗ്രസ് പല സന്ദർഭങ്ങളിലും ശ്രീ ആർ ശങ്കറിനെ കൊണ്ട് ചെയ്യേണ്ടിയിരുന്ന പലതും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതേ അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ എനർജിയും മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത എസൻ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തോട് നന്ദി കാണിച്ചിട്ടില്ല. എന്തായാലും താങ്കളുടെ പിതാവ് ഇപ്പോൾ മരിച്ച് 43 കൊല്ലമായി. കൊല്ലത്തിന് ശേഷം ഇങ്ങനൊരു വിവാദത്തിൽ, മരണാനന്തര വിവാദത്തിൽ അദ്ദേഹം വന്നുപെട്ടു. താങ്കൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൈതൃകത്തിന് വേണ്ടി താങ്കൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടടക്കം എതിര് നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇങ്ങനെ താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ഞങ്ങളുടെയൊക്കെ തന്നെ ലൈവ് പരിപാടികളിലൊക്കെ പറയുന്നത് കേട്ടു, ഇദ്ദേഹത്തിന്, അതായത് താങ്കൾക്ക് എന്ത് കാര്യം ഇതൊക്കെ പറയാൻ? താങ്കൾ തന്നെ BJP നേതാവായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭൂതകാലമുള്ള ഒരാൾക്ക് BJPയെ ഇപ്പോൾ എതിർത്തുകൊണ്ട് ഇതൊക്കെ പറയാൻ ആർ ശങ്കറിൻ്റെ രാഷ്ട്രീയ പൈതൃകം അവകാശപ്പെടാൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ചു. എന്താ മറുപടി? ഞാൻ BJPയിൽ പോയിരുന്നു. BJPയിലെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. പാർട്ടി വിത്ത് എ ഡിഫറൻസ്. ഐ തിങ്ക് യു വിൽ റിമെമ്പർ ദറ്റ്. അന്നത്തെ മുദ്രാവാക്യമാണ് പാർട്ടി വിത്ത് എ ഡിഫറൻസ്. ഒരു ഡിഫറൻറ്റ് പാർട്ടി, ഇത് സാധാരണക്കാരുടെ പാർട്ടിയാണ്, ഇതിനകത്ത് കറപ്ഷൻ ഇല്ല എന്നൊക്കെയുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ള ധാരണയിലാണ് ദ പാർട്ടി വിത്ത് ഡിഫറൻസ്. അതിലേക്ക് ഞാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വൈസ് പ്രസിഡൻഷിപ്പൊക്കെ തന്നു, എന്നെ ആദരിച്ചു, എന്നെ കൂടെ കൊണ്ടുവന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ സഹായങ്ങൾ പാർട്ടിക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തൊരു ഇലക്ഷനിൽ ശ്രീ O രാജഗോപാൽ ഇവിടെ മത്സരിച്ചിട്ട് നല്ല വോട്ട് വാങ്ങിയിട്ട് അത് തോറ്റുപോയി. പക്ഷേ നല്ല വോട്ട് ഒരുപാട് സ്ഥലത്ത് വാങ്ങിയായിരുന്നു. ഇവിടെ റീ എലക്ഷൻ വന്നപ്പോൾ ആ സ്ഥലത്തേക്ക് മത്സരിച്ചത് CK പത്മനാഭനാണ്. അദ്ദേഹത്തിന് ദയനീയമായ പരാജയം ഉണ്ടായി. ഈ ദയനീയമായ പരാജയം ഉണ്ടായപ്പോൾ അതിനൊരു എൻക്വയറി കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. ഞാൻ അന്നാണ് BJP എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? അത് വെളിപ്പെടുത്തണ്ടേ ജനങ്ങളോട്? ഞാൻ എൻ്റെ എത്തിക്സ് അതിനെ അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ അന്നും ഇന്നും BJPയിൽ ആ ഒരു കാര്യം ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല. താങ്കളെ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഈ പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും എങ്ങും എത്തില്ല എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കുള്ള ദുഃഖം എന്ന് പറയുന്നത് അന്നത്തെ പ്രസിഡന്റ്, അത് ഞാൻ എടുത്തു പറയാം, അന്നത്തെ BJPയുടെ പ്രസിഡൻ്റായിരുന്ന, ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്ന വെങ്കയ്യ നായിഡു, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയതെന്ന്. എന്ന് വെച്ചാൽ താങ്കൾ അന്വേഷിച്ച് താങ്കൾ കണ്ട സത്യസന്ധമായിട്ട് എഴുതി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനോട് അദ്ദേഹത്തിന് പോലും യോജിക്കാൻ പറ്റാത്ത സ്ഥിതി. താങ്കൾ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പറഞ്ഞില്ല, താങ്കളെ ഞെട്ടിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞില്ല, അത് അധാർമികമാണ് പറയുന്നത് എന്ന് താങ്കൾ വിചാരിക്കുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞപ്പോൾ കറപ്ഷനൊന്നും ഇല്ല. താങ്കൾക്ക് ഏറ്റവും വേവലാതിയുള്ളൊരു കാര്യം അഴിമതിയാണ്, എല്ലാ തലത്തിലുമുള്ള അഴിമതി, ഏത് രൂപത്തിലുള്ള അഴിമതി. അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി താങ്കൾ അവിടെ ചെന്നു. താങ്കൾ ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികം മാത്രമല്ല ധാർമ്മികമായ അഴിമതികൾ, അത്തരം കാര്യങ്ങളാണ് കണ്ടെത്തിയത് എന്നൊരു നിഗമനത്തിലെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് എത്താമല്ലോ അല്ലേ? എത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാർമ്മികമായ അതിൽ നടപടി ഒന്നും ഉണ്ടായില്ല. അതാണോ താങ്കളെ നിരാശരാക്കിയത്? അതേ തുടർന്നാണ് താങ്കൾ BJP വിടാൻ തീരുമാനിച്ചത്. BJP വിട്ടപ്പോൾ കോൺഗ്രസ് താങ്കളെ വരവേൽക്കുകയായിരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ്? ഞാൻ BJP വിട്ടതിന് ശേഷം ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ, എനിക്ക് പിന്നെ രാഷ്ട്രീയമായ ഒരു വലിയ താല്പര്യമൊന്നും എനിക്കില്ലായിരുന്നു. ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ രാമപിള്ള സാറുമായിട്ട് ചേർന്നിട്ട് ജനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ ഓർഗനൈസേഷനിലായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഈ ബേസിക്കലായിട്ട് ഞാൻ പറഞ്ഞു, നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബപരമായി നമുക്കൊരു രാഷ്ട്രീയമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ തീരെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപടി ആൾക്കാർ നമ്മളിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധം എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് പോകാവുന്ന വേറൊരു സ്ഥലമില്ല, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് വരാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ശ്രീ രമേശ് ചെന്നിത്തല എന്നെ മെമ്പർഷിപ്പ് തിരിച്ചെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ യാദൃച്ഛികമായ ചില സംഭവങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു ധാരയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് താങ്കളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് ഒരു രാഷ്ട്രീയ ദൗത്യം ഈ മുഹൂർത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൗത്യം എന്താണ്? എനിക്ക് ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട്. കാരണം കേരളത്തിലുള്ള, പ്രത്യേകിച്ച് ഈ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽപ്പെട്ട, കാരണം 35 കൊല്ലമായിട്ട് ഞാൻ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ സമുദായ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം ഒരു കാരണവശാലും കൂട്ടിക്കലർത്തിയിട്ടില്ല. അത് ഞാൻ പഠിച്ച എൻ്റെ അച്ഛനിൽ നിന്നാണ്.
KPC പ്രസിഡൻ്റായിട്ടിരുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആർ ശങ്കർ ഒരിക്കലും ഈഴവ സമുദായവും കോൺഗ്രസുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയം വേറെ സമുദായം വേറെ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. അതാണ് താങ്കളുടെ ദൗത്യത്തിൽ ഒന്ന്. ആ നിലപാടെടുത്ത് ആയിരിക്കും താങ്കളുടെ കോൺഗ്രസ് പ്രവർത്തനവും സാമുദായിക പ്രവർത്തനവും ആയിരിക്കും. ഒരിക്കലും രണ്ടും കൂടെ മിക്സ് ചെയ്യില്ല. എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന 2 പ്രാവശ്യം ഞാൻ ഇലക്ഷന് മത്സരിച്ച ആളാണ്. ഒന്ന് UDFൻ്റെ കാൻഡിഡേറ്റായിട്ടും ഒരിക്കൽ BJPയുടെ കാൻഡിഡേറ്റായിട്ടും. ഒരാളോടും ഞാൻ ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല. ആരോട് വാങ്ങിച്ചാലും അതിന് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. ആ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ എന്നെ കൊണ്ട് ഒക്കില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല. തന്നിട്ടുണ്ട്, ഒരുപാട് പേര് തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മനസ്സോടെ സ്വയം തന്നിട്ടുള്ളതാണ്. എനിക്ക് അതിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും ഉറപ്പും ഉള്ളത് എൻ്റെ പരിചയത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ഒരു പ്രവർത്തകൻ എൻ്റെ കൊച്ചു മുറുക്കാങ്കട നടന്ന ആളാണ്. എൻ്റെ പേര് ഡിക്ലെയർ ചെയ്ത് വന്നതിന് അന്ന് രാവിലെ വീട്ടിൽ വന്നു. അപ്പോൾ അയാൾക്ക് ഡിസേബിൾഡാണ്, ഫിസിക്കലി ഡിസേബിൾഡാണ്, ഓട്ടോറിക്ഷയിലാണ് വന്നിട്ട് അതിലിരുന്ന് ഡ്രൈവറെ പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ഒരു പൊതി എനിക്ക് തന്നു. ഇന്നലെ എൻ്റെ കടയിൽ നടന്ന കച്ചവടത്തിൻ്റെ മുഴുവൻ തുകയാണെന്ന് പറഞ്ഞു. എന്തോ 350 രൂപ 400 രൂപ കണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ അത്രയും വിലയുള്ളൊരു പൈസ ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്കളുടെ ദൗത്യത്തിൻ്റെ ഒരു വശമാണ് താങ്കൾ പറഞ്ഞത്. ആർ ശങ്കർ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ BJP ദുരുപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ആദ്യത്തെ രൂപമായിരുന്നു കേരളത്തിൽ എന്ന് അവകാശപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് താങ്കൾ പരസ്യമായി തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ആർ ശങ്കറിൻ്റെ പേര് അങ്ങനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരു നിൽക്കുകയില്ല. അതിന് അങ്ങേയറ്റം എതിർക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയ്ക്കുള്ളൂ. വളരെയധികം സന്തോഷം.